വിളി കേക്കുന്നത് ആളെങ്കിർക്ക് யாருன்னா மாயாண்டியா தண்ணிக்குள்ள வாடா വേണ മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിടും തന്നെ എനിക്ക് അലർച്ചി എന്നാ കുറച്ച് വിക്സ് പറ്റിട്ട് വാ ഏത് കാത്താനെ എപ്പ പാത്താലും തണ്ണിയിൽ ഇറക്കുക എന്ന് ഞാൻ എൻ്റെ അമ്മയുടെ തലവട്ടം കണ്ടോ അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം. കിടക്കാൻ സ്വന്തമായിട്ടൊരു കിടപ്പാടം ഇല്ലാന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല ജന്തുത്തള്ള. കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായ എൻ്റെ ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി. എൻ്റെ റേഡിയേറ്റർ തണുപ്പിക്കാനാണ് ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത്. ഒരു ദിവസം ആ കിളവി ടീച്ചർമാരെ തല മണ്ണി കുത്തിയ ആ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടും. അപ്പൊ ഞാൻ രാജാവ് മാതിരി. നീ ഇങ്ങനെ പോത്തിനെ പോലെ വെള്ളത്തിൽ മുങ്ങി കിടന്നോ? ദേ തോട്ടം നോക്കാനേ വേറെ ആണുങ്ങൾ വന്നിരിക്കുന്നു. നീ വേഗം എഴുന്നേറ്റ് വാ. വേറെ ആണുങ്ങളോ? അതാര്? ഇതാ മത്തോത്തി. അല്ല മാത്തൂട്ടി. ഇയാളെങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നേ? ആള് ശുദ്ധ പാവാ, ഉള്ളിൽ ഒന്നുമില്ല, അതാ ഇങ്ങനെ പൊങ്ങി കിടക്കണേ. അതെല്ലാം പ്രാക്ടീസ്. യോഗാസന. യോഗാസന അല്ലടാ, ജലാസനം. അതായത് ആസനം ജലത്തിൽ ടച്ച് ചെയ്യാം. നീ കേറി വാടാ. പുതിയ മാനേജറെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കാണിക്കാൻ അന്നക്കുച്ചമ്മ പറഞ്ഞയച്ചിരിക്കുക. ഞാൻ ചെല്ലട്ടെ? എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കണ്ടേച്ച് വരുമ്പോഴേ വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും വേണ്ടേ? വന്നിരിക്കുന്നു മാനേജര്. ആഹാ, ഇത് സ്റ്റൂളാസന. നീನು ಹೊಸರೇನು? ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ ആളല്ല. പേരെന്നാ ചോദിച്ചത്? സോളമൻ. ചോളമൻ പെരുമാളാ? അപ്പൊ കന്നഡ അറിയത്തില്ലല്ലേ? ഭാഷ അറിയാതെ എസ്റ്റേറ്റിൽ എന്നാ ഒലത്താനായി തെണ്ടി? ഭാഷയൊക്കെ ഞാൻ ഒലത്തിക്കോളാം. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ, പൊളിച്ചടുക്കി പെട്ടിലാക്കി പേഴ്സലാക്കി കളയും ഞാൻ. മാനേജറായ ഇങ്ങനെ വേണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തല്ലേ. എനിക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണണം. ഇവിടെ എന്നാ കാണാനാ? കുറെ മലയും കുന്നും കാപ്പിത്തോട്ടോ ഓറഞ്ചും. ഇവന്റെ ഭാര്യയുടെ കല്യാണമുണ്ട്. ഭാര്യയുടെ കല്യാണം? ഭാര്യ ഡൈവോഴ്സ് ചെയ്തില്ല സാർ, ടൈം കിടക്കലേ. അതൊരു സോക കഥ. ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അവൾ ഇവനെ വിട്ട് പോകുമായിരുന്നാ? ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവോഴ്സ് ചെയ്യാൻ നോക്കി, എന്തോ കണ്ട് പേടിച്ച് അവളെ ഓടിപ്പോയി. എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവനെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. അല്ല, ഈ കല്യാണം ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്താ, തൊട്ടടുത്ത്. സാറ് വരുമോ? സാറ് ഫാമിലി കൂട്ടി മെനഞ്ഞാന്ന് ഭരണം. അതായത് നാളെ. അല്ല, നിങ്ങളുടെ ഭാര്യയുടെ കല്യാണത്തിന് പോകും? നല്ല സാപ്പാട് കിടക്കും. കർത്താവേ, യാതൊരു സ്വത്തുമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിന്റെ അൾത്താരയിലേക്ക് വരികയാണ്. തൂങ്ങുന്നതിനിടയിൽ ഈ കൊമ്പങ്ങാനും ഒടിഞ്ഞ് എന്റെ തലയിൽ വീണാൽ ഞാൻ തല പൊട്ടി ചത്തുപോകും. കാത്തോളനെ, ഞാൻ അവിടെ വരുമ്പോൾ ഇതുപോലത്തെ 1000 മെഴുകുതിരികൾ അവിടുത്തെ അൾത്താരയിൽ കത്തിച്ചോളാം. സൂക്ഷിച്ചു വാടാ മാങ്കാണ്ടി. എന്നാ പண்றது? நான் சாக போறேன்டா. എന്നെ വിട്ടിട്ട് പോവാതിക്ക. அப்படியா? എന്നാ നീ ഇവിടെ വാ. ഒരു ധൈര്യത്തിന്. കയറ് സ്ട്രോങ് ആണ്. എന്താ എന്നാ ആസാനെ തുണിയെല്ലാം പോട്ടിട്ട്? സേഫ്റ്റിടാ. ടൈറ്റ് ആവുമ്പോ എന്റെ തൊണ്ട വേദനിക്കില്ലേ? എനിക്ക് ടോൺസിലൈറ്റിസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കഴുത്ത് ഭദ്രമാ പാക്ക വേണ്ട. എന്നാ ആസാനെ, എന്നാ പ്രശ്നം? എല്ലാം പോച്ചടാ. எல்லா சொத்துக்களும் அந்த பொண்ணுக்கும் அந்த புறம்போக்கு பையனுக்கு எழுதி வச்சாச்சு. நான் இனி எதுக்கு வாழணும்? அப்படியா விஷயம்? ஆமாண்டா. அதுக்கு ஒரு வழி இருக்கு. எப்படி ஆனாலும் அந்த பொண்ணுக்கு பாதி சொத்து கிடக்குமே. அது எனக்கு என்னடா இருக்கு? എന്താ? அந்த சோம சார் அந்த புறம்போக்கு. ஆமா ஆமா, அவர் அமெரிக்காவில் போய் திரும்பி வரதுக்கு முன்னாலே ஆசான் அந்த பொண்ணுனை காதல் பண்ணி கல்யாணம் செய்தா அந்த சொத்து முழுவதும் உங்களுக்கு கிடக்குமே. നടക്കണ കാര്യമെല്ലാം പറടാ. நடக்காம எங்க போகுது? சின்ன பொண்ணு தானே. ஆகட்டுமே. உங்களுக்கு வயசாയി போச்சா? ஏரியா 45 50. கம்மி பண்ணடா. 60 வயசானாலும் சிங்கம் தான். என்ன இது? சிங்கம் நன்னா இருக்கு. எங்க அப்பா எங்க அம்மாவை கல்யாணம் கட்டும் போது அம்மாவுக்கு 16, அப்பாவுக்கு 61. இந்த விஷயம் அம்மாவுக்கு தெரியுமா? அப்பா பரவாயில்ல.
നീ വിഷയത്തേക്ക് പാടാ മായണ്ടി. ஆசானே ம்? என்ன உடம்பு என்ன மசலி பழமாங்க போல இருக்குது அழகு அழகு എന്നാലും അവള് സമ്മതിക്കോ? சம்மதிக்க வைப்பேன் എപ്പടി? அது எனக்கு விடுங்க நம்ம மந்திரவாதி சாமிக்கிட்டு ஒரு தைலம் இருக்கு ஆ. அந்த தைலம் யார் மேலாவது புரட்டினா ஆ. அவங்க உங்க பின்னாடி நாய் மாதிரி சுத்தி சுத்தி வந்துடும். ഇനിയിപ്പോ ആ സ്വാമിയുടെ അടുത്ത് എങ്ങനെ പോവടാ? മണ്ണും പൊടി കൊണ്ടില്ലാന്ന് പറഞ്ഞിട്ട് ഇതേവരെ ചെന്നിട്ടില്ല, ദക്ഷിണം കൊടുത്തിട്ടില്ല. நான் வாங்கிட்டு வர்றேன், நீ தைரியமா இருங்கோ. ஆனா எனக்கு ஒரு சத்தியம் பண்ணணும். എന്നടാ? நீங்க அந்த சோஃபியா பெண்ணை கல்யாணம் செய்தா நான் தான் உங்க எஸ்டேட் மேனேஜர். സമ്മതിച്ചു. அப்படி சொன்னா பத்தாது, கையாலே அடிச்சு சத்தியம் போடணும். കയ്യാൽ ஆமா. ஐயோ സത്യം സത്യം. മൂന്നാഴ്ച ഇനി കൊണ്ട് വേണം. போதும் போதும் போதும். ആ സോഫി പെണ്ണ് എനിക്ക് കിട്ടുവോ? அந்த சோஃபி கெட்டு நடக்கலனாலும் இந்த கெட்டு இங்க சேஃப்டியா இருக்கும். ஆசானே கிடைச்சாச்சு. ஆசானே புடி 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 கிடைச்சாச்சு. തൈലം കിടച്ചാച്ചാ? காதல் தைலம் கிடைச்சாச்சு. അപ്പപ്പാ, വാ. അതെ, വെള്ളം ഒഴിച്ചു കുടിക്കണം, പാലൊഴിച്ചു കുടിക്കണം? அப்பா அப்பா குடிக்காதுங்க, இது கையில கொஞ்சம் ஊத்தி அந்த பொண்ணு மேலே தடவியா போதும். അത് തപ്പ്. ഒരു പെണ്ണ് കുളിച്ചോണ്ടിരിക്കുമ്പോ കുളിമുറിനകത്ത് കയറാനും ഒളിഞ്ഞു നോക്കാനൊന്നും എനിക്ക് ഡീസൻസിക്ക് പറ്റില്ല. അതൊന്നുമേ വേണം സാറേ. கொஞ்சம் தைலம் ஊத்தி அப்படியே அந்த பெண்ணு கை மேலே கை காமிக்க டேக் பண்ணியா போதும். അപ്പൊ ഞാൻ ഹസ്ബൻഡ് ഊത്തട കയ്യില് കൊച്ചം കൂടി ഊത്തട. கல்யாணத்துக்கு இது போதும். സ്വത്തുക്ക് ஓ சொத்துக்கு കാതൽ പണം, കാതൽ പണം. அப்படி ஒரு படம் இருக்கா? പടമല്ലടാ, മണം. ಏಯ್ ಮಾತುಟಿ, ആ, ಏನು ವಿಶೇಷ? നല്ല വിശേഷം. ಸೋಫಿಯಾൾക്ക് ಒಂದು ಲೆಟರ್ ದಾರೆ. സോഫിയക്ക് ലെറ്ററാ? വേണ്ടി நான் கொடுக்க மாட்டேன். ಕಡಲಿಕ್ಕೆ ಆಗುತ್ತದಾ? പെടലിക്ക് എന്ത് പറ്റി? ಕಡಲಿಕ್ಕೆ ಆಗುತ್ತದಾ? ഓ, കത്ത് കൊടുക്കാം. ആ. ആ, കൊടുക്കാം. വേണ്ടി കണ്ടോടാ, അവളുടെ കൈക്ക് തൈലം തേക്കാനുള്ള ചാൻസ് ഉടയമ്പരം കൊണ്ടുവന്നതാ. நான் சொல்லல, இன்னையில இருந்து உங்களுக்கு தீபாவளி. ദീപ, வலி வலி. ഇതെന്താ ഈ കുതിരക്ക്? കുതിര എന്താ ഇത് പിന്നാലെ വരുന്നത്? ஐயோ ஆசானே, நீங்க அந்த தைலம் குதிரை மேல தேய்ச்சாச்சா? ആമാ, അല്ലെങ്കിൽ കത്തി കീത്താവൂലേ? ஐயோ, பொண்ணு மேல தேய்க்க சொன்ன தைலம் குதிரை மேல தேய்ச்சாச்சா? ആമാ. அப்ப குதிரை குங்க மேல காதல் வருவ. അയ്യോ, കുതിരന്റെ കാതൽ പണ്ടുമാ. അയ്യോ, ഇതാ കുതിര. അയ്യോ, അയ്യോ. ஆசானே ஓட ஆசானே. അയ്യോ, കുതിരക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തിനാ ഓടുന്നേ? ഞാൻ സോഫിക്ക് ഒരു കത്ത് തരാൻ വന്നതാ. അതിനെങ്ങനെ? എന്റെ മാതാവേ! മായാണ്ടി, ഇത് എന്തൊടുക്കട്ടെ തൈവാടാ? ஆசானே வலிஞ்சோட ஒரு ஸ்ட்ரைட் ஓடு. ഇല്ല, രക്ഷപ്പെട്ട്. എന്റെ അമ്മേ. അയ്യോ, അയ്യോ, അയ്യോ. അയ്യോ, അയ്യോ, ദാ വണ്ടി. അയ്യോ, ദാ വണ്ടി, ദാ വണ്ടി. അയ്യോ, അയ്യോ. അയ്യോ, അയ്യോ, എന്നെ രക്ഷിക്കണേ. അയ്യോ. മാതാവേ, ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം കൂടി ഓർക്കണ്ടേ? ആ ജന്തു என்ன காதல் கிஸ், டைட்டானிக் மாதிரி இருந்தே. എന്തായി? ഒന്നും പറയണ്ട സാറേ, മാർക്കറ്റ് ഇടിഞ്ഞു. കർത്താവേ, എന്നിട്ട് ആരെങ്കിലും മരിച്ചോ? ക്യാരറ്റിന്റെ മാർക്കറ്റിനെ കുറിച്ചൊന്നും അറിയില്ലല്ലേ, പാൻറ്റും കോട്ടും ഒക്കെ ഇട്ട് നടക്കണേ. എന്തോന്ന് വെച്ച് കിട്ടി? നമ്മള് പതിവാറായതുകൊണ്ട് അടിപറ്റില്ല. പണം എവിടെ? പണം എന്റെ കയ്യിലുണ്ട്. എവിടെ? അത് കൊടുക്കാൻ വേണ്ടി ബംഗ്ലാവിലേക്ക് പോവുകയാണ്. ഞാൻ കൊടുത്തോളാം. അയ്യോ, ഞാൻ കൊണ്ട് കൊടുത്തില്ല, കൊച്ചന്മാര് സമ്മതിക്കില്ല. അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. എടുക്ക്. അല്ല, ഇപ്പൊ ആര് കൊടുത്താലും കുഴപ്പമില്ല. എത്ര ഉണ്ട്? കിട്ടിയ മുഴുവൻ ഉണ്ട്. ബില്ല് എവിടെ? ബില്ലോ? ഇവരാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവാറായതുകൊണ്ട് വായുവിൽ എഴുതി കൂട്ടും. വായില്ലോ? വായു എയർ, ഇംഗ്ലീഷ് അറിയില്ലല്ലേ? കാറ്റ്. എന്താ നാറ്റത്? ഇയാളെ കള്ളു കുടിച്ചണ്ട? ഇതാണ് ഇവിടുത്തെ കാറ്റിന്റെ കുഴപ്പം, ഒരു വൃത്തികെട്ട സ്മെല്ല്. അതെ,
കൊടുക്കുന്ന ചരക്കിന്റെ കണക്ക് കൃത്യമായിട്ട് ബില്ലാക്കി വാങ്ങിച്ചോണ്ടല്ലോ. മനസ്സിലായ? ഇതെന്തത്? പേപ്പർ. തനിക്കെന്താ പേപ്പർ വെച്ചോടും ഉണ്ടോ? അതെ, ഈ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ ഒരാഴ്ചത്തെ പേപ്പർ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് വരും. പാലക്കലച്ചനുള്ളതാ. ആ നാളെ ഷക്കീലയുടെ പടം റിലീസുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ചത്താ. ഞാൻ കണ്ടതാ, കൊള്ളാം. അതെ, ഒരെണ്ണം ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ അയ്യോ, അച്ഛൻ സമ്മതിക്കല്ല. സമ്മതിച്ചാൽ പോയി പള്ളി പറയാൻ പറയും. അച്ഛൻ പള്ളി തന്നെ ഇരിക്കുന്നേ. അപ്പൊ അവിടെ തന്നെ പറയാലോ. ആ. ആ കേറി പോ നോക്ക്. അല്ല ഇതെന്താ ഇത്? അത് ചെവി. ഇതാ മാതാവ് 100 നോട്ടാണല്ലോ. ഇതെങ്ങനെ ചെവിയിൽ വന്ന്? മാർക്കറ്റ് ഇടിഞ്ഞപ്പോ പറഞ്ഞു വന്നിരുന്നായിരിക്കും. പറഞ്ഞു വന്നായിരിക്കും. അഭ്യാസം എടുത്തോണ്ടല്ലോ. അല്ല, ഒരു അബദ്ധം പറ്റിയതാ. കളിക്കല്ലേ. സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കൊച്ചമ്മമാരോട് പറയരുതേ. പോയിക്കോ. ആ. പിന്നെ ഏ ഇത് വെച്ചോ. ഫുള്ളാ? ആ ഇന്നെ കൂടാ നിദ്ര ബേക്കൂ. ഞാൻ അത്രക്കാരനല്ല. സാർ എന്നെ കാണരുത്. ഒരു സഹോദരനായിട്ട് കാണണം. സാറിനും ഇല്ല അമ്മയും പെങ്ങളും സിസ്റ്റേഴ്സും. അല്ല മാത്തൂട്ടി, മാറിയേക്കണോ? കാശ് തന്നെ വളക്കാൻ നോക്കണേ. എന്നെ കിട്ടൂല. വണ്ടി വിട്ടോടാ. കുഴപ്പമില്ല. അല്ല നിങ്ങള് ഈ നന്നെ കൂടെ പോടാ. ഇനി ചീത്ത വാക്കായിരിക്കും ഇത്. നന്നെ കൂടാ നിദ്ര ബേക്കൂ. കാൽച്ചുവട്ടിൽ മണ്ണില്ലല്ലോടാ. പുല്ല് മതിയാ? മുടിയാതെന്നാ മുടിയെടുക്ക. എപ്പടി എടുക്കൂടാ? അടുത്ത് നിന്ന് സന്ദേഹം വരുമേ. ஐடியா அந்த மரத்தை பாத்தியா? ആ മരോടുത്ത് അവന്റെ തലക്കിട്ടടിക്ക. அந்த மரத்து மேலே ஏறியா அவனுக்கு பின்னாடி எத்திடும். അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. വാ. என் காட்டு தேவியே, നീ കേറക്കൂടാത്. നീ പോയല്ലോ മണ്ടത്തരം കാണിക്ക. എന്നെ പോലെയാണോ? ഈ അടയ്ക്കാൻ വരാൻ തേക്കാണെന്നാ തോന്നണ. നീ കയറിക്കോ. நீ ஏறு. ഇല്ല, നീ കയറിക്കോ. நீ ஏறு. ഉനക്ക് തന്നെ മരത്തിലേറെ പഴക്കം. எனக்கு புத்தி இல்ல. நீ புத்தி வச்சு ஏறு. ஏறு. ஐடியா. ஆசானே, இந்த தலப்பு காலில போட்டா உங்களுக்கு ஈஸியா ஏறலாம். ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇരിക്കട്ടെ, ഒരു സേഫ്റ്റിക്ക്. ശരി. ஏறு ஏறு, தைரியமா ஏறு. മായാണ്ടി, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആരാടാ? കട്ട്ലറ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കി അല്ല, വലിയ കുക്കാണെന്ന് കേട്ടു. എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായോ എന്നറിയാൻ ചോദിച്ചതാ. ഞാൻ ആദ്യമായിട്ടല്ല കട്ട്ലറ്റ് തിന്നണേ. പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും. ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കട്ട്ലറ്റിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കുക. ദേ നാക്കത്ത് ഇങ്ങനെ ഒന്ന് തൊട്ടാ മതി ഏത് കട്ട്ലറ്റ് എന്ന് സോമം പറയും. അപ്പൊ ഇതിനു മുമ്പ് പൂച്ച കട്ട്ലറ്റ് തിന്നിട്ടുണ്ടോ? ആ, ഞാൻ ആ പൂച്ചയെ തട്ടി കട്ട്ലറ്റ് ആക്കി പ്ലേറ്റിലാക്കി. താനിപ്പോ അത് വയറ്റിലുമാക്കി. കർത്താവ് അതിന്റെ വായിന്ന് പോയതാണോ? அப்பா, குண்டியெல்லாம் போச்சு. ஐயப்பா, என்னடா அது? அந்த மாதிரி சோங் இருக்கு இல்லையா? ஐயோ, யாருடா?
വേണ്ടി ആ. അവൻ നിക്കണ ഇടം കറക്റ്റാ പാത്തിക്കണം. അന്നത്തെ മാതിരി കുളമാക്കരുത്. അന്നൊക്കെ നീങ്ക താനെ കുഴപ്പാക്കിയത്. വേണ്ടേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ബാക്കിയുള്ളവന്റെ കിഡ്നിയാ കലങ്ങിയത്. നീ അന്ന് കയറെടുത്ത് കാലിട്ട് തന്നപ്പോ ഞാൻ വിചാരിച്ചതാ പടുപാവി. அப்ப என்னோட காரியம் எனக்கு உட்கார முடியாது, சைக்கிள் ஓட்ட முடியாது, இதுக்கு முடியாது, இதுக்கு முடியாது, இதுக்கு അപ്പൊ സമാസമം. ഇപ്പൊ എനക്ക് കിഡ്നി പോച്ച്, ഉനക്ക് കുണ്ടി പോച്ച്. போச்சன்னா ஒண்ணுமே இல்ல. என்ன? பார்க்கணுமா? ஒண்ணுமே இல்ல. എന്നടാ ഇത്? ഇപ്പൊ ഉന്നെ പാത്താ കഥകളി നടന്മാർ അടിച്ചിട്ടേ പോയിടും. அது കൂടി போனா இதுக்கு ஒண்ணுமே இல்ல சானே. ഇവനെ ശരിയാക്കയില്ല. അന്നകൊച്ചമ്മേ, ആലീസമ്മേ, ഏ പിടിച്ചു, കയ്യോടെ പിടിച്ചു. എന്നാ പിടിച്ചെന്നാ? നമ്മുടെ പാവയ്ക്കത്തോട്ടത്തിലെ എന്നതാ തോട്ടത്തിൽ നിന്ന് പന്നിയെ പിടിച്ചോ? ആ പന്നിയല്ല, ഇതൊരു അറാം പറഞ്ഞ പന്നി. പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. പെണ്ണിനെ പിടിക്കാനോ? ആ, എന്നതായി പറയുന്നേ? കാര്യം തെളിച്ചു പറയടോ. പറയാം. താഴത്തും തലയിലും വെക്കാതെ രണ്ടാളും കൂടി എഴുന്നള്ളിച്ചൊരു പുണ്യാളച്ചനെ രൂപ കൂട്ടി വെച്ചിട്ടില്ലേ, ആ പീഡന പുണ്യാളിനെ കയ്യും കളവുമായി കയ്യോടെ പിടിച്ചു. ആഹാ, രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്കത്തോട്ടത്തില്. അവര് രണ്ടുപേരും കൂടി ആദമവൻ കളിക്കുക. വിലക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചു ആവോ. ഉടനെ അവൻ ആനാമ്പള്ളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണൂറ എന്ന് പാടേണ്ടി വരും. ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? പുന്നാര സോമന സോഫി പെണ്ണും കൂടി പാവയ്ക്കത്തോട്ടത്തില് അല്ല, ഞാനിതെങ്ങനെ പറയും? കൊല്ലം കുറെ ആയല്ലോ മാത്തൂട്ടി ഇങ്ങനെ തോട്ടം നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അതെന്താ? എല്ലാവരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും. എന്നതാ നീ പറഞ്ഞു വരുന്നേ? വിശ്വാസം അല്ലെങ്കിൽ കണ്ണിലേക്ക് നോക്കേ. പാവയ്ക്കത്തോട്ടം കണ്ട രണ്ട് പാവയ്ക്ക തൂങ്ങിക്കിടക്കണണ്ട. അത് പാവയ്ക്കല്ലടോ, ഞങ്ങള് രണ്ടാളുവാ. ഛോ, നിങ്ങൾ എപ്പോഴാ കർത്താവ് ഈ കണ്ണിലേക്ക് കയറിയത്? നിക്ക്, വാ ഇവിടെ. നീയും അവനും തമ്മില് എന്നായിരുന്നു തോട്ടത്തില്? എവിടെ മിസ്റ്റർ ആദം സോളമൻ? ഞാനിവിടെ ഉണ്ട്. തോട്ടത്തില് പച്ചക്കറി വെക്കാൻ ആരോ കേറിയതാണെന്ന് സംശയിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോ. വേണ്ട 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 വേണ്ട, കള്ളത്തരൊന്നും പറയണ്ട. ആ, അവന്റെ കവളത്ത് കണ്ട, അവളുടെ ചുണ്ടത്തേക്കണ പെരി. അയ്യോ, ഇത് പാവയ്ക്കടെ. ആ, പാവയ്ക്കത്തോട്ടത്തിൽ കണ്ട് 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 കണ്ട്. കീരിയും പാമ്പും ആയിരുന്നല്ലോ രണ്ടാളും. ഓ, ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നല്ലയോ? അമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പോത്തൂട്ടി മാത്തൂട്ടി പറയുന്നൊന്നും കേക്കല്ലേ? ഒന്നും പറയണ്ട. ദേണ്ടേ, രണ്ടു പേർക്കും അങ്ങ് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങൾ നടത്തി തരും. മനസ്സിലായോ? അമ്മേ, ഏ ഗ്യാസിന്റെ അമ്മേ, ഞാനും ഈ കുട്ടിയും തമ്മിൽ ഉരുളണ്ട ഉരുളണ്ട. ഇനി വല്ല കുറുമ്പും കാണിച്ചാലേ രണ്ടെണ്ണത്തിന് നല്ല പെട കിട്ടും. സത്യത്തിൽ എന്തുണ്ടായെന്നറിയോ? വിശദീകരണം ഒന്നും വേണ്ട. പൊയ്ക്കോ പൊയ്ക്കോ, രണ്ടുപേരും പൊയ്ക്കോ. അല്ല, അന്ന കൊച്ചമ്മ മണ്ടനും പൊയ്ക്കോ. പോയി. പോയ കാര്യം എന്നാച്ചി ആസാനെ? കുണ്ടി പോയാച്ചി. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല ഒരു നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും ജഡ്ഡി ഇടണമെന്ന്. എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അലർച്ചി. ചോളവും പ്രശ്നം എന്നാച്ചി ആസാനെ? മണ്ണും മുടിയും മാത്രമല്ല, അവന്റെ കുടലും പണ്ടെടുത്താൽ പോലും അവനൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ആ കിളവി തള്ളമാര് അവന്റെ ആ പെണ്ണിന്റെ കൂടി 16 അടിയന്തരം നടത്താൻ പോയാണ്. அப்படியா? சாப்பாடு കിടക്കുവാ. അയ്യോ, ചാപ്പാട് മാത്രം നിനക്ക് അലർജി ഇല്ല അല്ലേ? അറിവ് കെട്ട മുണ്ടം. എനിക്ക് പോയില്ല ആസാനെ. അമ്മച്ചി, മറ്റോ പോയാ? എന്ത്? ആദ്യം ഈ കുന്ത്രാണ്ടോക്കം മാറ്റ്. ചില താലിബാനിച്ചുകളെ പോലെ. മറ്റോ പോയാ? അവന്റെ ചേച്ചിയെ കൊണ്ടു വിടാൻ പോയിരിക്കുക. അവൻ പോണില്ലേ? അന്ന കൊച്ചമ്മയ്ക്ക് ഭേദമായതിനു ശേഷമേ അവൻ പോവും. അവനിവിടുന്ന് പോയില്ലെങ്കിലേ അവനിവിടുന്ന് ഞാൻ പറപ്പിക്കും. പറപ്പിക്കും. ദേ, വക്കീലിനെ വിളിക്കാനോ മറ്റോ നിന്നെ വിളിപ്പിച്ചത്? വക്കീലിനെ വിളിപ്പിക്കാൻ അവനെ വിട്ടാ മതി. ഞാൻ ഇവിടുത്തെ മാനേജറാ. ഓ, മാനേജർ പറഞ്ഞിടക്കാൻ കൊള്ളാം. എടാ, അവരുടെ മുമ്പിലെ നീ ഇവിടത്തെ ഡാമേജറാ. എടാ പോത്തെ, ഇനിയെങ്കിലും കൊച്ചമ്മമാരുടെ അടുത്ത് തഞ്ചത്തിൽ നിന്നാ നിനക്ക് വല്ലതും കിട്ടും. അല്ലെങ്കിലേ താമരപ്പൂ പോലെ ഇങ്ങനെ കുളത്തി കിടക്കാം. അമ്മച്ചി നോക്കിക്കോ, അവനെ കൊണ്ട് ഈ ബംഗ്ലാവും സ്വത്തുക്കളും ഞാൻ എഴുതി വാങ്ങിച്ചില്ലെങ്കിൽ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടൂല. അമ്മച്ചി, അമ്മച്ചി എങ്ങനെങ്കിലും പറഞ്ഞ് എനിക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. എടാ,
നീ ആവശ്യമില്ലാത്ത ബുദ്ധിയൊന്നും കാണിക്കരുതേ. ചത്താ പിന്നെ ഒന്നും കിട്ടത്തില്ല. ആണോ? ആ നീ വേഗം ചെല്ല്. അന്ന കൊച്ചപ്പ സുഖല്ലാതെ കിടപ്പില്ല. ചെല്ല് ചെല്ല്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഓ എടാ മാത്തൂട്ടി, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അനുവാദമില്ലാതെ അകത്ത് കടക്കരുതെന്ന്? അറിയാം. അകത്തേക്ക് കിടക്കാനുള്ള അനുവാദം വായിക്കാനാണ് ഞാൻ അകത്തോട്ട് വന്നത്. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ആ അങ്ങനെ മര്യാദ കാണിക്കും. എന്നാത്തിനാ എന്നെ വിളിപ്പിച്ചത്? ദേ നീ പോയി നമ്മുടെ വക്കീലിനെ ഒന്ന് വിളിച്ചോണ്ട് വാ. എന്നാത്തിനാ ഇപ്പൊ വക്കീല്? എന്റെയും ആലീസിന്റെയും കാലശേഷം ഈ സ്വത്തുക്കളൊക്കെ വേണ്ട കൊച്ചപ്പേ, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. സ്വത്തും പണം മോഹിച്ചല്ല ഈ മാത്തക്കുട്ടി ഇത്രയും കാലം ഇവിടെ നിന്നത്. അറിയാവോ, ഹനുമാനാണെങ്കിൽ ഞാൻ നെഞ്ചു പൊളിച്ച് കാണിച്ചേരാ. കരയണ്ടടാ, നിനക്ക് അങ്ങനെയൊന്നുള്ള മോഹമില്ലെന്ന് ഞങ്ങൾക്കറിയത്തില്ലയോ? സ്വത്തുക്കള് സോമന്റെയും സോഫിയുടെയും പേരിൽ എഴുതാനാ. കംപ്ലീറ്റാ? ആ ഈ 500 ഏക്കർ തോട്ടം, ഈ ബംഗ്ലാവ്, പുറത്തു കിടക്കണ പെൻസുകാരും ആ സൈക്കിളും. അതെ, അയ്യോ. കള്ളത്തരൊന്നും കാണിക്കാതെ അവരുടെ കൂടെ നിന്ന നിനക്കുള്ളത് എന്താന്ന് വെച്ചാ മാസാമാസം തരും. എന്നതാ എന്നാത്തിനാ നീ കരയുന്നേ? സന്തോഷ വാർത്തയല്ലേ ഞാൻ കേട്ടത്. ഇതിൽ കരയാൻ എന്തിരിക്കുന്നു? എങ്ങാണ്ട് വന്നൊരുത്തരെ എല്ലാം എഴുതി കൊടുത്തില്ലേ? എനിക്ക് മാസം 250 ശമ്പളവും. കർത്താവേ, നിങ്ങളുടെ നല്ല മനസ്സ്. ഇനി പോകാൻ അനുവാദം ചോദിക്കണോ? പോടോ. ഏയ്, ഞങ്ങൾ എതിർക്കാൻ വന്നല്ല. அப்படியல்ல ஆசானே சாமி சொன்னது. நம்ம எதிரி சின்ன ஆளல்லன்னு சொல்றாரு. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരനല്ലെന്ന്. സാമി, അവൻ ഭയങ്കരമാ വളർന്നു പോയി. വളർന്നിട്ടാ വളർന്നാച്ചിപ്പോ. ആ കൊളപ്പുള്ള പഴമഴകை அவனை கூந்தலை கெடுத்தினார். கால்களை மண்ணல் வென்று வந்து காலை തലയൊന്നും വെട്ടണ്ട, വേണമെങ്കിൽ ഒരു കൈ. പക്ഷെ അവന് നാട്ടിൽ നിന്ന് പോണം. இல்ல ஆசானே, நீங்க பயப்படாதீங்க. அவனோட தலையில மயிரும் கால்பட்ட இடத்துல இருந்த ஒரு கை மண்ணு கொண்டு வந்தா எல்லாமே சரியாக்கிடலாம்னு சொல்றாரு. കാൽച്ചോട്ടിലെ മണ്ണെടുക്കാം, പക്ഷെ തലയിലെ മുടി ബാർബർ ഷാപ്പിൽ പറഞ്ഞാൽ அதெல்லாம் எடுக்கலாம். நீங்க தைரியமா இருக்கு காசானே. சரி, இது சொல்லுங்க. சொல்லுங்க. மந்திக ശരി സ്വാമി.